ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഓണം എക്സാമുമായി റിലേറ്റ് ചെയ്ത മോഡൽ എക്സാം ആണ്. 8th ഇംഗ്ലീഷ് ന്യൂ ടെക്സ്റ്റ് ബുക്കാണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോഡൽ എക്സാംസ് വിത്ത് ആൻസർ കീ, ക്ലാസ് 8 ഇംഗ്ലീഷ് ഓണം മോഡൽ എക്സാം, ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കീ. കേരള സിലബസ് SCERT തന്നെയാണ്. 2 മണിക്കൂറാണ് സമയം. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആദ്യം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാനി ലോങ് വാക്ക് വിത്ത് ഗ്രാനിയിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, ആൻസർ നിങ്ങൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് വേണം എഴുതണമെങ്കിൽ. 8 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. What kind of glasses did Granny wear and for how long had she been wearing them? Second, why were Granny's glasses not useful to her? Third, what did Mani and his father think about Granny's eyesight? Fourth, what was Granny's response when it came to getting new glasses? സെക്കൻഡ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 7 സ്റ്റേജസ് ഓഫ് മാൻ എന്നുള്ളതിലത്തെയാണ്, വില്യം ഷേക്സ്പിയറിൻ്റെ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ 2 സ്റ്റാൻസേഴ്സ് വായിച്ചിട്ട് വേണം അതിൻ്റെ ആൻസേഴ്സ് ചെയ്യണമെങ്കിൽ. 12 മാർക്കാണ്. വാട്ട് ഡസ് ദ പോയറ്റ് കമ്പയർഡ് ടു ദ വേൾഡ് ഇൻ ദ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദ പോയം? അക്കോർഡിംഗ് ടു ദ പോയം, വാട്ട് ഇസ് ദ റോൾ ഓഫ് മെൻ ആൻഡ് വിമൺ ഇൻ ലൈഫ്? ഹൗ മെനി സ്റ്റേജസ് ഓഫ് ലൈഫ് ഡസ് ദ പോയറ്റ് മെൻഷൻ ആൻഡ് ഹൗ ആർ ദേ ഡിസ്ക്രൈബ്ഡ്? What is the first stage of life described in the poem? What does the poet say about the schoolboy in the second stage of life? നെക്സ്റ്റ്, ഹോപ്പ് എന്നുള്ള യൂണിറ്റ് 2 ഹോപ്പ് എന്നുള്ള ചാപ്റ്ററിലത്തെ ലൈൻസ് ആണ്. 3 സ്റ്റാൻസസ് കൊടുത്തിട്ടുണ്ട്. ആ 3 സ്റ്റാൻസ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യണം. 5 ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കാണ്. വാട്ട് ഇസ് ഹോപ്പ് കമ്പയർഡ് ടു ഇൻ ദ പോയം? Second question, according to the poem, what does hope do? Third, what does the poet say about the storm in the poem? Fourth, whereas the poet heard hope according to the poem? Fifth, what does the poet mean by it asked a crumb of me? Okay, നെക്സ്റ്റ് ഗ്രാമർ പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദീസ് ലൈൻസ് ഫ്രം ദ എക്സ്ട്രാക്ട് ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. ഹിയർ ദ റൈറ്റർ കമ്പയർസ് എ സ്കൂൾ ബോയ്സ് അൺവില്ലിംഗ് വാക്ക് ടു ഗോ ടു സ്കൂൾ ടു എ സ്നെയിൽ സ്ലോ പേസ്. ദ റൈറ്റർ യൂസസ് ദ വേർഡ് ലൈക്ക് ടു മേക്ക് ദ കമ്പാരിസൺ. ദിസ് ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഡു യു നോ വാട്ട് ഇറ്റ് ഇസ്? അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ആ സ്കൂൾ ബോയ്ക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അൺവില്ലിംഗ്ലി ടു ഗോ ടു സ്കൂളാണ്, വാക്ക് ടു ഗോ ടു സ്കൂളാണ്. അപ്പോൾ അതിന് സ്നെയിലിൻ്റെ ഒച്ച പോണ പോലെ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ലൈക്ക് എന്നുള്ള കമ്പാരിസൺ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് എന്നാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും. നെക്സ്റ്റ് 4 മാർക്കിൻ്റെ ഒരു കോൺവെർസേഷൻ ആണ്. ഷംസുദ്ദീനും കലാമും തമ്മിലുള്ള കോൺവെർസേഷൻ. നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഭാഗം മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. 4 മാർക്സ് ആണ്. ഷംസുദ്ദീൻ, വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടീം? കലാം എന്ത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ഷംസുദ്ദീൻ പറയുന്നു, യു വിൽ ഹാവ് ടു കളക്ട് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ടു റീഡേഴ്സ്. കലാമിൻ്റെ ആൻസർ നിങ്ങൾ എഴുതുക. ഷംസുദ്ദീൻ ഓഫ് കോഴ്സ്. ദെൻ കലാം എന്ത് ചോദിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ എഴുതണം. ഷംസുദ്ദീൻ ബൈ 5 in the morning. ദെൻ കലാമിൻ്റെ ആൻസർ. അങ്ങനെ 4 സ്റ്റാൻഡ് നിങ്ങൾ എഴുതണം. 4 ലൈൻസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് 5th കഴിഞ്ഞു നമ്മുടെ. ഇനി 6th ആണ്. 6ാമത്തെ എന്ന് പറയുന്നത് ഗ്രാമർ പോർഷൻ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഫില്ല് ചെയ്യാനുള്ളതാണ്. 5 ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കാണ്. ഷെയറിങ് ആൻഡ് കെയറിങ് ആർ ദ വാല്യൂസ് വി നീഡ് ടു ഡെവലപ്പ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് എഴുതുക. സെക്കൻഡ്, വി ഷുഡ് ഇവോൾവ് ഇൻ ടു റെസ്പോൺസിബിൾ സിറ്റിസൺസ്. Third, even a little matters. Fourth, we can't live without nature. Fifth, people will have to play their role well on the stages of life. ഇനി നമുക്ക് ആൻസർ കീ നോക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ കീയിലേക്ക് പോവുക. ആൻസർ കീയിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് നോക്കാം. ലോങ് വാക്ക് വിത്ത് ഗ്രാനിയിലെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ആൻസർ, ഗ്രാനി wore a pair of old glasses and she had been wearing them for over 10 years. Second answer, Granny's glasses were scratched and spotted, which made it difficult for her to see clearly through them. Third answer, Mani and his father felt that it was time for Granny to have her eyes tested and get new glasses. Fourth, Granny said, well, you know, we can't get them in the village when discussing the possibility of getting new glasses. 4 എഴുതിയിട്ടുണ്ടെങ്കിൽ 8 മാർക്സ് കിട്ടുന്നതായിരിക്കും. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ്.
The poet, first answer, the poet compares the world to a stage where all men and women are merely players. Second answer, men and women have their exit and entrances in life and they play various roles throughout their time, just like actors on a stage. Third answer, the poet mentioned 7 stages of life with each stage representing a different part of person's life. Fourth, the first stage of life described is that puking, that of the infant who is mewling and puking in the nurse's arms. Fifth, the poet describes the schoolboy as whining and carrying his satchel with a shining morning face, creeping unwillingly to go to school like a snail. അപ്പോൾ ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ 3 മാർക്സ് ആണ്. അതുപോലെ തന്നെ ഇതിനും 3 മാർക്സ് ആണ്. ദെൻ 1 മാർക്ക് ആണ്. ദെൻ 2 മാർക്സ്. ഓക്കെ, മാർക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴാ 10, നമുക്ക് എത്ര മാർക്കാണ് ടോട്ടൽ? 12 ആയിരുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് 2 3 3 6 7 8 9. ഓക്കെ ഓക്കെ, അപ്പോൾ കറക്റ്റായി. ഇങ്ങനെ കൊടുക്കൂ കേട്ടോ. ഈ 2 എണ്ണത്തിന് മാത്രം 3 മാർക്സ് കൊടുക്കുക, ബാക്കിയുള്ളതിന് 2 മാർക്സ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആവും. നെക്സ്റ്റ് third question, first answer, hope is compared to a bird with feathers that perches in the soil. Second answer, hope sings a tune without words and never stops at all according to the poem. Third answer, the poet says that the storm must be very strong to abash, embarrass or defeat the little bird of hope that has kept so many warm. Fourth, the poet has heard hope in the chillest land and on the strangest sea. Fifth, the phrase "it asked a crumb of me" means that hope does not demand anything in return, not even a small amount, even in the most extreme circumstances. Okay, third ന്റെ 5 ആൻസർ ആണ്. ഒരു ആൻസറിന് 2 മാർക്സ് വീതം, എല്ലാത്തിനും 2 മാർക്സ് കൊടുക്കുക കേട്ടോ എഴുതിയിട്ടുണ്ടെങ്കിൽ. അടുത്ത ഫോർത്ത് നമുക്കൊരു ഗ്രാമർ ആയിരുന്നു. ഫിഗർ ഓഫ് സ്പീച്ച് അവിടെ സിമിലി ആണ്. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു ഡിഫറെൻറ്റ് തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വൺ തിങ് ഇസ് സിമിലർ ടു അനദർ. ഇതിൽ സിമിലി എന്ന് എഴുതിയാൽ മതി, അത് എഴുതിയാൽ തന്നെ 1 മാർക്സ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഫിഫ്ത്ത് ആൻസർ കോൺവെർസേഷൻ ആണ്. ഷംസുദ്ദീൻ, വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടീം ചോദിക്കുമ്പോൾ കലാം എന്ത് പറയും? യെസ് ഓഫ് കോഴ്സ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഷംസുദ്ദീൻ, യു വിൽ ഹാവ് ടു കളക്ട് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ടു റീഡേഴ്സ്. Kalam, should I collect them from Rameshwaram railway station? Shamsuddin, of course. Kalam, when should I reach the railway station? Shamsuddin, by 5 in the morning. Kalam, that's fine. അപ്പോൾ ഈ 4 കോളവും 4 എണ്ണം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്സ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആദ്യത്തെ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ആർ ദ വാല്യൂസ് വി നീഡ് ടു ഡെവലപ്പ്. അപ്പോൾ എന്താണ് ആറിൻ ദേ? വി ഷുഡ് ഇവോൾവ് ഇൻ ടു റെസ്പോൺസിബിൾ സിറ്റിസൺ. ഷുഡിൻറ്റ് വി? ഈവൻ എ ലിറ്റിൽ മാറ്റേഴ്സ്, ഡസൻറ്റ് ഇറ്റ്? We can't live without nature, can we? People will have to play their role well on the stages of life, won't they? Okay? അപ്പോൾ ഇത്രയാണ് നമ്മുടെ 6 ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയതിന് ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക. പഠിക്കാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ എക്സാമിന് അത് നന്നായി പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.